കാര്യങ്ങൾ ഇങ്ങനൊക്കെ മുന്നോട്ട് പോയാൽ താമസിയാതെ തന്നെ KSEB മറ്റൊരു KSRTC ആയി മാറുമെന്നാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ പറയുന്നത്. അല്ല, അങ്ങനെ തോന്നിയതിൽ അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല. KSRTC CMD പദവിയിൽ നിന്ന് KSEBയുടെ തലപ്പത്തെത്തിയ അദ്ദേഹത്തിന് ബോർഡിന്റെ നിലവിലെ അവസ്ഥ വേദനയുളവാക്കുന്നതായി തോന്നിയിട്ടുണ്ടാകും. കാലാകാലങ്ങളായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും കൃത്യമായ ആസൂത്രണമില്ലായ്മയും സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ KSEBയെ വട്ടം ചുറ്റിക്കുകയാണ്. മാസം തോറും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സർക്കാരിന്റെ മുന്നിൽ നാണമില്ലാതെ കൈനീട്ടുന്ന KSRTCയുടെ ആ ഗതികേട് KSEBക്ക് ഇതുവരെ ഉണ്ടാകാത്തത് അടിക്കടി നിരക്ക് കൂട്ടാനും സർചാർജ് ഏർപ്പെടുത്താനും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ഉപഭോക്താക്കളെ പിരിഞ്ഞ് ഇങ്ങനെ എത്ര കാലത്തോളം പോകാനാകുമെന്നാണ് ബോർഡ് മേധാവികൾ തന്നെ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വരവും ചെലവും തമ്മിലുള്ള പൊരുത്തമില്ലായ്മ നിരക്ക് വർധനയും അധിക സർചാർജും കൊണ്ട് നികത്താനാവുന്നതല്ല. ഓരോ മാസവും ദൈനംദിന ചെലവുകൾ നേരിടാൻ 400 കോടി രൂപയിലധികം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പലിശയ്ക്ക് എടുക്കേണ്ടതായി വരുന്നു. വരവ് 1750 കോടി രൂപയിൽ നിൽക്കുമ്പോൾ ചെലവാകട്ടെ 1950 കോടി രൂപയാണ്. ഒരിക്കലും കൂട്ടിമുട്ടാത്ത സമാന്തര രേഖകൾ പോലെ വരവും ചെലവും ഇത്തരത്തിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ആഭ്യന്തര ഉൽപാദനം കമ്മിയായതിനാൽ കൂടിയ വിലയ്ക്ക് പുറത്തുനിന്ന് വലിയ തോതിൽ വൈദ്യുതി വാങ്ങേണ്ടതായി വരുന്നു. മുൻപിൻ നോക്കാതെ നേരത്തെ ഉണ്ടാക്കിയ വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഏകപക്ഷീയമായി റദ്ദാക്കിയതിന്റെ ഫലമായി നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ഒരു വശത്ത്. മഴ ആവോളം ലഭിച്ചിട്ടും വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്ന മഴക്കാല രാത്രികൾ, ബോർഡിന്റെ ആസൂത്രണ വൈകല്യങ്ങൾ ഇങ്ങനെ ധാരാളമാണ്. ബോർഡിന്റെ പ്രതിസന്ധി മറികടക്കാനുള്ള അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ സ്ഥാപനത്തിന്റെ ഭാവി ഇരുളിലാകുന്നതിനോടൊപ്പം സംസ്ഥാനം രൂക്ഷമായി പവർ കട്ടിലേക്ക് നീങ്ങുമെന്നാണ് CMD നൽകുന്ന മുന്നറിയിപ്പ്. അടുത്ത 5 വർഷം കൊണ്ട് 10,000 മെഗാവാട്ട് സ്ഥാപിത ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യം നേടാൻ വലിയ മൂലധന നിക്ഷേപം ആവശ്യമാണ്. ഇതിനായി സിയാൽ മാതൃകയിൽ കമ്പനി ഉണ്ടാക്കി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വലിയ ഉപഭോക്താക്കളിൽ നിന്നും ബോണ്ട് വഴി നിക്ഷേപം സ്വീകരിക്കാവുന്നതാണ്. ബോർഡിലെ താപ്പാനകൾക്ക് ഇതൊന്നും രുചിക്കുന്ന കാര്യമല്ല എന്നറിയാം. നിക്ഷേപങ്ങൾക്ക് നിശ്ചിത വർഷം കഴിഞ്ഞ് ലാഭവിഹിതവും ലഭിക്കുമെന്ന് സർക്കാർ ഗ്യാരണ്ടി ഉണ്ടായെങ്കിൽ നിക്ഷേപം എത്ര വേണമെങ്കിലും കിട്ടും. സ്വകാര്യ കമ്പനികൾക്ക് പോലും 2-3 ദിവസം മാത്രം മതി അവർ ആവശ്യപ്പെടുന്ന വലിയ സംഖ്യയുടെ നിക്ഷേപം നേടിയെടുക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് പ്രയാസമൊന്നും നേരിടേണ്ടി വരില്ല. പുറത്തുനിന്ന് ഓരോ മാസവും വൈദ്യുതി വാങ്ങാൻ ഇപ്പോൾ 900 കോടി രൂപ വേണ്ടി വരുന്നു. ബോർഡിന്റെ സാമ്പത്തിക നില അമ്പേ തകർന്നത് ഇതാണ്. കൂട്ടത്തിൽ കുത്തഴിഞ്ഞ ഭരണവും പരമ്പരാഗത സമീപനങ്ങളിൽ ഒരു മാറ്റവും വരുത്തുകയില്ല എന്ന മുട്ടാപ്പിടിയും. ഏതായാലും ബോർഡ് രണ്ടാമതൊരു KSRTC ആയി മാറുന്നത് അംഗീകരിക്കാൻ ജനങ്ങൾക്കാവില്ല. അത്തരത്തിൽ ഒരെണ്ണം തന്നെ ധാരാളമാണ്.